ഫ്രണ്ട്സ്, ഞാൻ മനീഷ. ഇന്നത്തെ പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് നോക്കിയാലോ. ലേൺ വിത്ത് മനീഷ എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ഞാൻ കുറച്ച് ക്യൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു 10 മാർക്കിന്. അത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് എത്രയാണെന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, 6 ഫിഫ ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യത്തെ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകകപ്പിൽ ഇരട്ട ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരവും ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അപ്പോൾ ഒന്നുകൂടി വായിക്കാം. 6 ഫിഫ ലോകകപ്പുകളിൽ ഗോൾ നേടുന്ന ആദ്യ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ. ലോകകപ്പിൽ ഇരട്ട ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരവും ഈ ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ്. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 1.5 വർഷത്തിനിടെ 1000 കപ്പലുകൾ എത്തുന്ന ലോകത്തിലെ ആദ്യത്തെ തുറമുഖം. 1.5 വർഷത്തിനിടെ 1000 കപ്പലുകൾ എത്തുന്ന ലോകത്തിലെ ആദ്യത്തെ തുറമുഖമാണ് നമ്മുടെ വിഴിഞ്ഞം. അതിന് കുറച്ച് അഡീഷണൽ പോയിന്റ് കൂടി നമുക്ക് നോക്കാം. ഈ 1000ാമത് എത്തിയ കപ്പൽ അതെന്ന് പറയുന്നത് MSC ലൂസിയാനയാണ് കേട്ടോ. 1000ാമത് എത്തിയ കപ്പൽ ഏതാണ്? MSC ലൂസിയാന. എന്നാൽ ആദ്യം എത്തിയ കപ്പൽ ഏതാണ്? അത് സാൻ ഫെർണാണ്ടോ എന്ന് പറയുന്ന കപ്പലായിരുന്നു ആദ്യമായിട്ട് എത്തിയത്. അത് എന്നാണ് എത്തിയത്? 2024 ജൂലൈ 1-നാണ് എത്തിയത്. ഇനി ഞാൻ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്കായിട്ട് ചോദിക്കുകയാണ്, എന്നാണ് ഈ വിഴിഞ്ഞം നമ്മുടെ രാജ്യത്തിനായിട്ട് സമർപ്പിച്ചത് എന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അപ്പം 1000ാമത് എത്തിയ കപ്പൽ ഏതാണ്? MSC ലൂസിയാനയും ആദ്യത്തെ കപ്പലാണ് സാൻ ഫെർണാണ്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. കേസിൽപ്പെട്ട് പോലീസ് സ്റ്റേഷൻ വളപ്പിൽ കെട്ടിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യാൻ ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതി. നമ്മൾ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുമ്പോഴേ അറിയാമല്ലേ, കുറേ വാഹനങ്ങൾ അവിടെ കെട്ടിക്കിടക്കുന്ന കാണത്തില്ലേ. അപ്പോൾ അത് നീക്കം ചെയ്യാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് നടപ്പിലാക്കിയ പദ്ധതിയാണ് സ്പേസ്. എന്താണ്? സ്പേസ്. അപ്പോൾ ഇപ്പോൾ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക്സിൻ്റെ വേദി, ദേശീയ ഇന്റർ സ്റ്റേറ്റ് അത്ലറ്റിക്സിൻ്റെ വേദിയാണ് ഭുവനേശ്വർ. അടുത്ത അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, 2024-25 കാലയളവിലെ കേരളത്തിൻ്റെ GDP വളർച്ച. 2024-25 കാലയളവിലെ കേരളത്തിൻ്റെ GDP വളർച്ച 9.97%. എത്രയാണ്? 9.97%. ഈ ഇന്ത്യയുടെ GDP വളർച്ചയിൽ നമ്മുടെ കേരളത്തിൻ്റെ സംഭാവന എന്ന് പറയുന്നത് 3.78%. അപ്പം ഇന്ത്യയുടെ GDP വളർച്ചയിൽ കേരളത്തിൻ്റെ സംഭാവന എത്രയെന്ന് ചോദിച്ചാൽ 3.78%. ഓക്കെ, അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, 2026 ജൂണിൽ അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം. അപ്പോൾ 2026 ജൂണിൽ അന്താരാഷ്ട്ര കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ്? നൈജറാണ്. ഏതാണ്? നൈജർ. അടുത്തത് 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി. 2026 നാറ്റോ ഉച്ചകോടിയുടെ വേദി എവിടെയാണ്? അങ്കാറ, തുർക്കി. തുർക്കിയിലെ അങ്കാറ എന്ന സ്ഥലത്താണ് നാറ്റോ ഉച്ചകോടിയുടെ വേദി. എവിടെയാണ്? അങ്കാറ, തുർക്കി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും കിൻഡർ ഗാർഡൻ മുതൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം സൗജന്യമാക്കിയ സംസ്ഥാനം ഏതാണ്? ഒഡീഷയാണ്. അപ്പോൾ സർക്കാർ സ്കൂളുകളിലും കോളേജുകളിലും നമുക്ക് പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയുള്ള വിദ്യാഭ്യാസം എന്ത് ചെയ്തു? സൗജന്യമാക്കിയ സംസ്ഥാനമാണ് ഒഡീഷ. ഏതാണ്? ഒഡീഷ. ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നാളെ ഇതിൻ്റെ ഒരു ക്വിസ് വീഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവരും മാക്സിമം അറ്റൻഡ് ചെയ്തിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫ്രണ്ട്സ്.